എന്നാൽ പിന്നെ നമുക്കൊരു യാത്ര പോയാലോ എന്നൊരു ഗൂഢാലോചന. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയൊക്കെ വിളിച്ച് യാത്ര പുറപ്പെട്ടു കേട്ടോ. വണ്ടിയിൽ കയറി ഞങ്ങൾ ആദ്യം തന്നെ പോയത് നമ്മുടെ എയർപോർട്ടില്ലേ, കരിപ്പൂർ വിമാനത്താവളം. അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വിമാനം വരുന്നുണ്ടെങ്കിൽ വരുന്നതും പറന്ന് പൊങ്ങണതും ഒക്കെ കാണാൻ സാധിക്കും. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാണുന്നതിനേക്കാളും ഭയങ്കര രസമായിരുന്നു ഈ കാഴ്ച. ഭയങ്കരമല്ല, നല്ല രസമായിരുന്നു ഈ കാഴ്ച. കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നു. ആക്ച്വലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതല്ലായിരുന്നു കേട്ടോ. വേറൊരു സ്ഥലത്തേക്ക്, ഒരു നല്ല പ്രകൃതി രമണീയമായ വേറെ സ്ഥലത്തേക്കുള്ള യാത്രയായിരുന്നു. ആ യാത്രയുടെ ഇടയ്ക്കാണ് ഇവിടെ പോയത്. അപ്പോൾ ഈ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആ സ്ഥലത്തേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തു. അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ യാത്രയും ആ സ്ഥലത്ത് നടന്ന കാര്യങ്ങളും ഒക്കെ. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വലിയൊരു നല്ല അനുഭവമായിരുന്നു അത്. ഞാനിതാ ഞങ്ങൾ ആ എൻട്രൻസിലെത്തി. ഇനിയാണ് അതിനകത്തുള്ള മനോഹാരിതകൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ പൂവിൻ്റെ പേര് ജിഞ്ചർ ടോർച്ച് എന്നാണത്രേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൂവൊക്കെ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കല്ലിട്ടുഴിയായിരുന്നു. നമ്മൾ വീട് പണിയാനൊക്കെ വേണ്ടിയിട്ട് ഈ കല്ല് വെട്ടിയെടുക്കുമല്ലോ. കല്ല് വെട്ടിയെടുത്തിട്ട് അവിടെ കുഴിയും കുറേ വലിയ വലിയ കുഴികളും കുറേ മണ്ണും അങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ സാധാരണ. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്രയും മനോഹരമാക്കിയെടുത്തത് ഒരാൾ. അദ്ദേഹം ഇത് 6.5 ഏക്കറോളം വരുന്നൊരു സ്ഥലമാണ് അത്ര കേട്ടോ. ഈ സ്ഥലത്ത് പലയിടങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വരെ ചെടികളും മരങ്ങളും മുളകളും ഒക്കെ കൊടുന്ന് വെച്ച് പിടിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാട് തന്നെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള കാടുമുണ്ട്, നിലവിലുള്ള കുളങ്ങളുമുണ്ട്. ഉള്ള കുളങ്ങളെ റീനോവേറ്റ് ചെയ്ത് കുറച്ചുകൂടി നന്നാക്കിയെടുത്ത് നല്ല ഭംഗിയുള്ള കുളങ്ങളും. ഭംഗിയുള്ള കുളം മീൻസ് അത് ഉറവയാണ്, ഒറിജിനൽ ഉറവയുള്ള 2 കുളങ്ങളുണ്ട്. അതിലത്തെ വെള്ളം നല്ല ക്ലിയർ വാട്ടർ. അതിന് മേലെ ഈ മുളയുടെ ഇലയൊക്കെ വീണിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. ഈ മധുരക്കിഴങ്ങില്ലേ, മധുരക്കിഴങ്ങും നാളികേരം അരച്ച് ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഈ സ്ഥാപനത്തിൻ്റെ ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവരുടെ വൈഫാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, കല്ലിട്ടുഴി ഇത്രയും ഭംഗിയാക്കിയിട്ടൊരു കാടാക്കി മാറ്റി എടുക്കുക എന്ന് പറഞ്ഞൊരു നിസ്സാര കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ, അവരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ, അത് പ്രകൃതിക്ക് ഗുണം ചെയ്യുന്നതാവുമ്പോൾ, പ്രകൃതിയെ നിലനിർത്താനുള്ളതാവുമ്പോൾ വലിയൊരു കാര്യമാണല്ലോ അല്ലേ. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് പലരും ചെയ്യണത്. ഇത്രയും ഭംഗി ഇതിപ്പോൾ ഒരു ക്യാമറയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല. നമ്മൾ നേരിട്ട് ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആ പ്രകൃതിയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അവിടെ വെള്ളം ഒഴുകി പോണതും മരങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ, കിളികളുടെ ശബ്ദം, ഈ വെള്ളം ഇങ്ങനെ ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം മേലെയുള്ള കുളത്തിൽ നിന്നുള്ള ഉറവ വരുന്ന വേറൊരു കുളമാണ് ഇവിടെ താഴെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ നല്ല രസമായിരുന്നു. എന്നിട്ട് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും തിരിച്ച് മേലേക്ക് കയറിപ്പോവാണ്. ഇത് ഒരു സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങി ഈ സൈഡിൽ കൂടെ അങ്ങനെ മേലേക്ക് കയറിപ്പോവാണ്. ഇത് ഏകദേശം 6.5 ഏക്കർ സ്ഥലമുണ്ട്. പക്ഷേ അത്രയും സ്ഥലം നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാനൊന്നും പറ്റില്ല. അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ രാത്രിയിലത്തെ വെളിച്ചവും പ്രകൃതിയുടെ വെളിച്ചവും
പ്രകൃതിയിലുണ്ടാവുന്ന ശബ്ദങ്ങളും പ്രകൃതിയായിട്ട് നമുക്ക് ശരിക്കൊരു കാട്ടിൽ പോയിട്ട് നമ്മൾ ഒരു ടെൻറ്റ് കെട്ടി താമസിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത് എന്നാണ് ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത കാര്യങ്ങളെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത കാര്യങ്ങൾ പോലും നമുക്ക് ഒരു പ്രകൃതിദത്തമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വെച്ച് പിടിപ്പിച്ച മരങ്ങളെല്ലാം നാച്ചുറലാണ്, അല്ലാതെ പ്ലാസ്റ്റിക്കോ ഇരുമ്പോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ നനയ്ക്കാനുള്ള കുളങ്ങൾ ഓരോ എക്സ്ട്രാ വരുന്ന കുളങ്ങൾ വേറെ ഉണ്ട്, അരുവി. ഇപ്പോൾ ഈ കുളം ആക്ച്വലി ഉറവ ഡയറക്റ്റ് ഉള്ളതല്ല, വേറെ മേലുള്ള കുളത്തിൽ നിന്ന് വരുന്ന ഉറവയാണ് ഈ കുളത്തിലേക്ക് വരുന്നത്. അത് പൈപ്പ് കണക്ട് ചെയ്തിട്ട് വന്ന ചാടാണ്. എന്നിട്ടും എത്രയും വെള്ളമുണ്ട്. ഈ 6 ഏക്കർ സ്ഥലത്തും അവിടുത്തെ കൃഷി ചെയ്തിട്ട് ഭക്ഷണങ്ങൾക്ക് ആവശ്യമുള്ള കൃഷി അവിടെ നടക്കുന്നുണ്ട്, പച്ചക്കറികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഫുഡ്, നല്ല നാച്ചുറലായിട്ടുള്ള ഫുഡും അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ്, ഓരോ മനുഷ്യരുടെ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുണ്ടാകുമ്പോൾ അത് ഈ പ്രകൃതിയെ നിലനിർത്താനും കൂടി സഹായിക്കും. ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടും ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ശരിക്ക് കിട്ടിയിട്ടില്ല, വേറെ പുറത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാര്യം നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ കുറേ സമയം നമ്മൾ AC ബസ്സിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യണു, അല്ലെങ്കിൽ വലിയ വലിയ മോളുകളിൽ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കണ്ട് രസിക്കുന്നു. അത് വേറൊരു എക്സ്പീരിയൻസാണ്. എപ്പോഴും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ല ശുദ്ധവായുവും നല്ല കാറ്റും നല്ല തണലും. ഇവിടെ ശരിക്കും ഒരു കുടയൊന്നും ആവശ്യമില്ല. നമുക്ക് മഴയാണെങ്കിൽ പോലും കുട ആവശ്യമില്ല. മഴ കൊണ്ട് നടന്നാലും ഒരു ബുദ്ധിമുട്ടും നമുക്ക് സംഭവിക്കില്ല എന്നുള്ളതാണ്. അത്രയും രസകരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും, അതുപോലെ അവിടെ വിശ്രമിക്കാൻ പറ്റും. പിന്നെ കുളങ്ങളിൽ വേണമെങ്കിൽ സ്വിമ്മിങ് ചെയ്യാം. സ്വിമ്മിങ് അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടും നമുക്ക് സ്വിമ്മ് ചെയ്യാൻ പറ്റും, സ്വിമ്മിങ് അറിയാത്തവർക്കും. പിന്നെ ഈ കാണുന്ന ചെടികളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചതാണ്. ഇതുണ്ടല്ലേ, ഒരു മത്സ്യത്തിൻ്റെ ഷേപ്പുള്ള ചെടിയാണ് ഇത്. അതേപോലെ ഈ വള്ളിപ്പടർപ്പ്, ഇത് കുറച്ച് കാലം മുമ്പുള്ള മരങ്ങളിൽ വന്നിട്ടുള്ള വള്ളിപ്പടർപ്പാണ്. ഇതിന് മേലെ നമുക്ക് വേണമെങ്കിൽ കയറാം, ചവിട്ടി കയറി പോവാൻ പറ്റുന്നവർക്ക്. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയും രസമുള്ള ഒരു സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളത്തെ ഭയങ്കരമായിട്ട് പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. എന്നാലും വെള്ളത്തിൽ നമ്മൾ പുഴയിൽ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കുളങ്ങളും പുഴകളൊക്കെ ഉള്ളതുകൊണ്ട് പുഴയിൽ പോയി കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചങ്ങാടം തുഴഞ്ഞു പോവുക, അതിൽ കയറി നിന്ന് പോവുക, അതൊക്കെ ഒരു നല്ല രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. രസകരം എന്നല്ല, അതിന് വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അത് വേണം പറയാൻ. എനിക്കറിയില്ല അതെങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചില അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനത്തെ നല്ല കുറേ അനുഭവങ്ങൾ തന്ന ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ ഇതിന് നന്ദി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഗ്ലൂ ജിം സെൻറ്ററിനാണ്. ഞാൻ ഈ കുറച്ച് സമയമായിട്ടുള്ളൂ സെൻറ്ററിൽ പോയി ചേർന്നിട്ട്. അതുകൊണ്ട് എനിക്ക് ഹെൽത്ത് വൈസ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അവിടുത്തെ പേഴ്സണൽ ട്രെയിനറുടെ അടുത്തുനിന്ന് കിട്ടിയ അനുഭവം നല്ലതായിരുന്നു. ഇദ്ദേഹമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഒരു കഥ പറയായിരുന്നു, അശോകമരത്തിൻ്റെ. സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയിട്ട് അതിൻ്റെ ചുവട്ടിലിരുത്തിയ കാരണം ഈ മരത്തിന് പോലും വിഷമമായിട്ട് പിന്നീട് വന്ന പൂവ്, അതിൻ്റെ ഇലകൾ ഈ രൂപത്തിലായിപ്പോയി. അങ്ങനെ ഒരു കൊല തൂക്കിയിട്ട പോലെ കണ്ടില്ലേ, അത്രയും ആ മരത്തിന് പോലും വിഷമായി സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് എന്നുള്ള കഥയൊക്കെ അദ്ദേഹം ഞങ്ങൾക്ക് വിവരിച്ച് തരുകയുണ്ടായി. ഈ ഒരു സ്ഥലം, അതുപോലെ ഈ വെള്ളത്തിലുള്ള യാത്ര, അതുപോലെ വെള്ളത്തിൽ നീന്താൻ സാധിച്ചത്, ഇതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നെ എഡിറ്റിങ്ങിൽ വലിയ പരിചയസമ്പന്നത ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഈ വീഡിയോ
ഇത് മുഴുവനായിട്ട് കാണാൻ പറ്റുമെങ്കിൽ മുഴുവനായിട്ട് കാണുക. എന്നാൽ ഈ സ്ഥലങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണാൻ പറ്റും. ഇത് ഉറവ വരുന്നു പറഞ്ഞാൽ അഡീഷണൽ കുളമാണ്. മേലെയുള്ള കുളത്തുനിന്ന് എക്സ്ട്രാ വരുന്ന ഉറവ. ഈ മനുഷ്യനെ കൈ കെട്ടിയിട്ട് നിൽക്കുന്ന നീല ഷർട്ടിട്ട മനുഷ്യനാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ ഇത് രാവിലത്തെ ഡാൻസ് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. അപ്പോൾ മനസ്സിലായില്ലേ എനിക്ക് എത്രത്തോളം എഡിറ്റിംഗ് നിപുണത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഇങ്ങനെ നല്ല വ്യത്യസ്തമായ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് യാത്ര ചെയ്യുക. ഒരു എക്സ്പീരിയൻസ്, ഒരു എക്സ്ട്രാ എക്സ്പീരിയൻസ് നമുക്ക് അന്ന് കിട്ടാൻ എന്തായാലും സാധ്യതയുണ്ട്. നല്ല ഭക്ഷണം കഴിക്കാനും നല്ല യാത്ര പോകാനും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നല്ല നല്ല യാത്രകൾ പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ തന്നെയാണ്, ഉടമയുടെ വൈഫാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എത്തിച്ചു തന്നത്. നല്ല ഭക്ഷണം. അതുകൊണ്ട് എന്താ പറയുക, ഇവിടുന്ന് തന്നെ ഈ പറമ്പിൽ നിന്ന് എടുത്തിട്ടുള്ള പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ചീര ഉപ്പേരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, പയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടിയതുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് അവർ ഉണ്ടാക്കിയ ഭക്ഷണമാണത്. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണമാണ് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത്. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും പിന്നെ വൈകിട്ടത്തെ സ്നാക്സ് ഇതെല്ലാം. ഇവിടെ മഡ് ബാത്ത് ഉണ്ടായിരുന്നു. ഈ കളിമണ്ണിൽ അതിന് നമുക്ക് ബാത്ത് ചെയ്യാനും കുളിക്കാനും ആ കളിമണ്ണിലുള്ള ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് അറിയുന്നവർക്കറിയാം. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിലിറങ്ങി കളിമണ്ണ് മേലൊക്കെ തേച്ച് വേണമെങ്കിൽ ഒരു ഗെയിമൊക്കെ കളിച്ച് നല്ല ഒരു ഗ്രൂപ്പായിട്ടാണ് അവിടെ അധികം ആൾക്കാർ പോവുക. അപ്പോൾ ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് പോരാനുള്ള ഒരു സാധ്യതയും കൂടെ ഉള്ളൊരു സ്ഥലമാണിത്. എല്ലാ ഗ്രൂപ്പുകൾക്കും എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടും. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവിടുത്തെ ഒരു ചെടിയെയോ ഒന്നിനെയും നശിപ്പിക്കരുത്. അവിടെ കുറേ സംഭവങ്ങൾ ഇവർ ഒരുപാട് എഫേർട്ടിട്ട് വർഷങ്ങൾ, അതായത് 10 വർഷത്തോളം എഫേർട്ടിട്ടിട്ടാണ് ഇത്രയും നല്ല ഒരു സ്ഥലം അവർക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ എത്രത്തോളം അവരതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ ജോലിക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ പോവാം. അങ്ങനെ ആ ഗ്രീൻ അറ പേരിനെ തന്നെ അന്വർത്ഥാക്കുന്ന ഒരു സ്ഥലമാണിത്. കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നല്ല കുറേ ഫോട്ടോസ് കിട്ടി. നല്ലൊരു വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് ഒക്കെ കുറച്ച് സമയം ഞങ്ങൾക്ക് രാത്രി സമയത്തിൻ്റെ കാണാനും സാധിച്ചു. ഗ്രീനറ എന്ന സ്വർഗരാജ്യത്ത് നിന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ പുറത്തു കടന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.